ഒമാനിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയായ സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്ക് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ സ്ഥിതി ചെയ്യുന്നു. ഒമാൻ സുൽത്താനായിരുന്ന ഖാബൂസ് ബിൻ സയീദ് രാജ്യത്തിന് സമ്മാനമായി അദ്ദേഹം തന്റെ വ്യക്തിപരമായ പണം നൽകി നിർമ്മിച്ചതാണ് ഈ പള്ളി. ലോകത്തിലെ ഏറ്റവും മനോഹരമായ പള്ളികളിൽ ഒന്ന് നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഈ പള്ളി നിർമ്മാണം ആരംഭിച്ചത്. ഒമാനി ഇസ്ലാമിക വാസ്തുവിദ്യാ ശൈലികൾ പ്രതിഫലിപ്പിച്ചുകൊണ്ടുള്ള സുൽത്താന്റെ ആഗ്രഹപ്രകാരമുള്ള പള്ളിയുടെ രൂപകൽപ്പനയ്ക്കായി ഒരു അന്താരാഷ്ട്ര മത്സരമുണ്ടായിരുന്നു. 1994 മുതൽ 2000 വരെ ഇതിന്റെ നിർമ്മാണം നീണ്ടുനിന്നു. ഖാബൂസ് ബിൻ സയീദിന്റെ ഭരണത്തിന്റെ 30 വർഷം ആഘോഷിക്കുന്നതിനായി 2001 മെയ് 4 പള്ളി ഉദ്ഘാടനം ചെയ്തു. പുറമേ നിന്ന് നിശബ്ദമായി ഗംഭീരമായി കാണുന്ന ഈ ആധുനിക ഇസ്ലാമിക വാസ്തുവിദ്യാ ശില്പം സുൽത്താൻ ഖാബൂസിന്റെ ഭരണത്തിന്റെ 30ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യത്തിന് സമ്മാനിച്ചതാണ്. പ്രധാന പ്രാർത്ഥനാ ഹാൾ അതിമനോഹരമാണ്. പേർഷ്യൻ പരവതാനി മാത്രം 70 മീറ്റർ വീതിയുള്ളതിനാൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ കൈത്തറി ഇറാനിയൻ പരവതാനിയായി ഇത് മാറി. 600 സ്ത്രീകൾ 4 വർഷമെടുത്തുകൊണ്ടാണ് ഇത് നെയ്തെടുത്തത്. സ്ത്രീകൾ ഉൾപ്പെടെ 20,000-ലധികം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന പള്ളി പ്രത്യേകിച്ച് വെള്ളിയാഴ്ച പ്രാർത്ഥനകൾക്ക് സജീവമായ ഒരു ആരാധനാലയമാണ്. സന്ദർശകർ എളിമയോടെ വസ്ത്രം ധരിക്കണം, കൈകളും കാലുകളും മൂടണം, ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കണം. 6600 പേരിലധികം പങ്കെടുക്കാൻ കഴിയുന്ന പ്രധാന പ്രാർത്ഥനാ ഹാൾ 50 മീറ്റർ ഉയരമുള്ള ഒരു താഴികക്കുടത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. ഇത് അകത്തെയും പുറത്തെയും സന്മാരാൽ ചുറ്റപ്പെട്ട സമുച്ചയത്തിന്റെ പ്രധാന ഘടകമാണ്. കെട്ടിടത്തിന്റെ അതിരുകൾ 4 മിനാരങ്ങളാൽ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഓരോന്നിനും 45 മീറ്ററോളം ഉയരമുണ്ട്. 5ാമത്തെ ഏറ്റവും ഉയരമുള്ള മിനാരത്തിന് 95 മീറ്റർ ഉയരമുണ്ട്. വ്യത്യസ്ത തരം കല്ലുകൾ കൊണ്ടാണ് പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. വാതിലുകൾ, ജനാലകൾ, അലങ്കാരങ്ങൾ എന്നിവ മരവും ഗ്ലാസും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 30,000 ടൺ ഇന്ത്യൻ മണൽക്കല്ല് ഈ കെട്ടിടത്തിനായി ഇറക്കുമതി ചെയ്തു. പ്രധാന പ്രാർത്ഥനാ ഹാളിന്റെ തറയിൽ വിരിച്ചിരിക്കുന്ന പരവതാനി ഒരു പ്രധാന സവിശേഷതയുള്ളതാണ്. ഇതിന് 21 ടൺ ഭാരമുണ്ട്. 600 തൊഴിലാളികൾ 4 വർഷം കൊണ്ടാണ് ഇത് നിർമ്മിച്ചെടുത്തത്. ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ പീസ് പരവതാനിയാണ് ഇത്. എന്നാൽ ഇപ്പോൾ UAE-യിലെ അബുദാബിയിലെ ഷെയ്ഖ് സയദ് ഗ്രാൻഡ് മോസ്കിന് ശേഷമുള്ള 2ാമത്തെ പരവതാനിയും. പ്രധാന പ്രാർത്ഥനാ ഹാളിന്റെ മധ്യഭാഗത്തെ ഷാൻഡിലിയർ ലോകത്തിലെ ഏറ്റവും വലിയ ഷാൻഡിലിയർ ആയിരുന്നു. ഇതേ ഡിസൈനിലുള്ള 34 ചെറിയ ഷാൻഡിലിയറുകൾ കെട്ടിടത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ തൂക്കിയിടപ്പെട്ടിട്ടുണ്ട്. 8.5 ടണ്ണിലധികം ഭാരമുള്ള ഈ ഷാൻഡിലിയറിൽ 6 ലക്ഷം ക്രിസ്റ്റലുകൾ, 1122 ഹാലജൻ ബൾബുകൾ എന്നിവ ഉൾപ്പെടുന്നു. അതിൽ ഡിമ്മിംഗ് സിസ്റ്റം സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ ഷാൻഡിലിയറിനുള്ളിൽ അറ്റകുറ്റപ്പണികൾക്കായി ഒരു ഗോവണിയും നൽകപ്പെട്ടിട്ടുണ്ട്. മനോഹരവും നന്നായി പരിപാലിക്കപ്പെടുന്നതുമായ പൂന്തോട്ടങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് പള്ളി. പള്ളിയുടെ ചുറ്റുമുള്ള ചുവരുകൾക്കുള്ളിൽ കൂടുതൽ പൂന്തോട്ടങ്ങളും നീണ്ട മനോഹരമായ നടപ്പാതകളുമുണ്ട്. പള്ളിയിലുടനീളം നിരവധി മനോഹരമായ മൊസൈക്കുകളും കലാപാറ്റേണുകളുമുണ്ട്. വിശദമായ കൊത്തുപണികളും അതിന്റെ പ്രത്യേകതയും തീർച്ചയായും കാണേണ്ടതാണ്. പള്ളിക്കുള്ളിലെ തടികൊണ്ടുള്ള പാനലുകൾ പരമ്പരാഗത ഒമാനി മേൽത്തട്ടുകളുടെ വാസ്തുവിദ്യയെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. മുഴുവൻ പള്ളിയും വർണ്ണാഭമായതും മനോഹരവുമായ മൊസൈക് പാറ്റേണുകളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. സമ്പന്നമായ ചുവപ്പ് തവിട്ട്, പ്രാകൃത വെളുത്ത മാർബിൾ എന്നിവ കൊണ്ടാണ് പള്ളിയുടെ പുറം ഭാഗത്തെ പൊതിഞ്ഞിട്ടുള്ളത്.
ലോകത്തിലെ ഏറ്റവും മനോഹരവും അതിഗംഭീരവുമായ ആധുനിക പള്ളികളിൽ ഒന്നാണ് സുൽത്താൻ ഖാബൂസ് ഗ്രാൻഡ് മോസ്ക്. അറബ് ലോകത്തെ ഈ മഹത്തായ ഐക്കണിക് ഘടന നിർമ്മിക്കാൻ 6 വർഷമെടുത്തു. ഇസ്ലാമിക, മിഡിൽ ഈസ്റ്റേൺ, ഒമാനി വാസ്തുവിദ്യാ ശൈലികളുടെ ഒരു മിശ്രിതമാണ് ഈ പള്ളി.